16-ാം അധ്യായം 33-ാമത്തെ വാക്യം വായിക്കാം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക്, ദൈവസഭയ്ക്ക് വളരെ റിയലിസ്റ്റിക്കായ ഒരു മെസ്സേജ് കൈമാറി. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് കഷ്ടങ്ങൾ ഉണ്ട് എന്ന കാര്യം കർത്താവ് മറച്ചു വെച്ചില്ല. God did not hide that we have persecutions in this world. We have tribulations in the world. We have trials, oppositions and challenges. All these are part of our Christian life. യേശു അത് മറച്ചു വെച്ചില്ല. അതൊക്കെ ഉണ്ട്. ഈ റിയലിസ്റ്റിക്കായ മെസ്സേജ് പറയുമ്പോൾ തന്നെ കർത്താവ് നമുക്കൊരു ഹോപ്പ് തന്നു, ഒരു പവർഫുൾ എൻകറേജ്മെൻറ്റ് തന്നു. ആ എൻകറേജ്മെൻറ്റ് മോളെ ഈ ടെക്സ്റ്റ് മാറ്റത് ഇടയ്ക്ക് പറയണം കേട്ടോ. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, ധൈര്യപ്പെടുവീൻ. എന്താ പറയുന്നത് അല്ലേ? ലോകത്ത് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ. ആ ധൈര്യപ്പെടുവീൻ എന്നതിന് ഇംഗ്ലീഷ് വാക്ക്, ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാട്ട് ആ ധൈര്യപ്പെടുവീൻ എന്നതിന് മാത്രം ഇംഗ്ലീഷ് കൊടുത്ത വാക്ക് എന്താണ്? കണ്ടില്ല? ഒരു ബി ഓഫ് ഗുഡ് ചീർ അല്ലേ? ആ ധൈര്യപ്പെടുവീൻ എന്ന മലയാളത്തിന് പകരം ഇംഗ്ലീഷിൽ ഉപയോഗിച്ച വാക്ക് ബി ഓഫ്, കണ്ടില്ലേ? കണ്ടോ? നിങ്ങൾ കണ്ടില്ലയോ? കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ബി ഓഫ് ഗുഡ് ചീർ. ഈ ബി ഓഫ് ഗുഡ് ചീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ധൈര്യപ്പെടുവി എന്നങ്ങ് പറഞ്ഞ് ഒഴിവാക്കാവുന്ന വാക്കല്ല. അതിനെക്കാട്ടിലുമൊക്കെ ഇച്ചിരി ആഴമുള്ള വാക്കാണ് ബി ഓഫ് ചീർ. നിങ്ങൾ ഗൂഗിളിലുണ്ട്, നിങ്ങൾക്ക് ഡിക്ഷണറി ഒക്കെ നിങ്ങളുടെ ഫോണിൽ കാണും. തപ്പി നോക്കി, ഞാനും തപ്പി നോക്കി. എനിക്ക് അതായത് ഏത് പ്രതിസന്ധിയിലും പ്രൈസലോ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളണം. പ്രൈസലോ ചുമ്മാ ധൈര്യപ്പെട്ടോ എന്നല്ല പറഞ്ഞു, ഏത് പ്രതിസന്ധിയിലും. പ്രൈസലോ ഇതൊരു കമാൻഡാണ്. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം പറയുവാൻ സാധിക്കുന്ന ഒരു വാക്കാണ്. കാര്യം ഈ ലോകത്തിലെ എല്ലാ കഷ്ടങ്ങളെയും ജയിച്ച വ്യക്തി ഒറ്റ ആളെ ലോകത്തിലുള്ളൂ, അത് കർത്താവ് യേശുക്രിസ്തുവാണ് അല്ലേ? തൻ്റെ മരണം കൊണ്ട്, തൻ്റെ ഉയർപ്പ് കൊണ്ട് പാപത്തെ ജയിച്ചു, ഓവർകം ചെയ്തു, സാത്താനെ ജയിച്ചു. പ്രൈസലോ മാത്രമല്ല ഈ അന്ധകാരത്തിൽ നിന്ന് രാവിലെ കേട്ട പോലെ വ്യാപരിക്കുന്ന സകല ഇരുളിൻ്റെ ശക്തികളെയും കർത്താവ് ഓവർകം ചെയ്തു. ഓക്കെ, യു ഓവർകം സിൻ, ഡെത്ത് ആൻഡ് ഓൾ പ്രിൻസിപ്പാലിറ്റീസ് ഓഫ് ദിസ് വേൾഡ്. സകലത്തെയും കർത്താവ് അതിജീവിച്ചു. സ്തോത്രം. നമുക്ക് യുദ്ധമുണ്ടോ? ഡു വി ഹാവ് ടു ഫൈറ്റ്? കേട്ടല്ലോ, നമുക്ക് പോരാട്ടം ഉണ്ട്. വൈ ഡു യു ഹാവ് ടു ഫൈറ്റ്? നമ്മൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ജയിക്കാൻ വേണ്ടിയാണോ തോക്കാൻ വേണ്ടിയാണോ? വി ഹാവ് ടു ഫൈറ്റ്. ഞാൻ തിരുത്തി പറയുന്നു, ജയിക്കാൻ വേണ്ടിയല്ല നമ്മുടെ യുദ്ധം. ശ്രദ്ധിക്കുക, വി ഡോണ്ട് നീഡ് ടു ഫൈറ്റ് ഫോർ ജസ്റ്റ് എ വിക്ടറി. തിരുത്തിക്കണം. മറിച്ച് വി ഹാവ് ടു ഫൈറ്റ് ഫ്രം ദ വിക്ടറി. ആർക്കും മനസ്സിലില്ലയോ? നമ്മൾ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജയിക്കാം തോക്കാം, അങ്ങനെയല്ല. ജയിക്കണം. ഒന്നിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുദ്ധങ്ങൾ കർത്താവ് ജയിച്ചിരിക്കുകയാണ്. തോക്കുന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. വി വിൽ നെവർ ബി ഡിഫീറ്റഡ് ബിക്കോസ് വിക്ടറി ഈസ് ഓൾറെഡി അച്ചീവ്ഡ്. So, we have to fight not for victory but from the victory of Jesus. ശരിക്കും മനസ്സിലായോ? യേശു ക്രിസ്തു ജയിച്ചു. നാം ഭയപ്പെടുകയില്ല. യുദ്ധം ചെയ്യുന്നതിൽ ആ ജയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ യുദ്ധത്തിൻ്റെ പ്രത്യേകത. സ്തോത്രം. ഇനി കഷ്ടമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. കഥ പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് മുമ്പ് കൂട്ടി ഞാനത് പറഞ്ഞിരിക്കുകയാണ്.
യു ഹാവ് ട്രബിൾസ്. നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പെർസിക്യൂഷൻ ഉണ്ട്. ഈ കഷ്ടവും പെർസിക്യൂഷനൊക്കെ നമുക്കുണ്ട്. ഈ ചൊറിയും പനിയും കുറിച്ചല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി പ്രൈസലോ കഷ്ടപ്പെടുന്നത് വായിക്കണം. പെർസിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക, വായിക്കണം. അതുണ്ടോ എന്നാ പറയുന്നു. ധൈര്യപ്പെടുവീൻ. ഇംഗ്ലീഷിൽ പറഞ്ഞ ബി ഓഫ് ചീർ, സന്തോഷിക്കണം. കാര്യം എന്താ? ഞാനിതിനെ ജയിക്കും എന്നല്ല, കമോൺ, ഓൾറെഡി ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ടാ അല്ലെങ്കിൽ സ്വന്തം വരാത്തത്. നിനക്ക് വിശ്വാസത്താൽ പ്രാർത്ഥന ജയിക്കാൻ താല്പര്യമുണ്ടോ? നീ ജയിക്കും. നീ പരാജയപ്പെടുന്ന പ്രശ്നമില്ല. യുദ്ധമുണ്ടോ? യുദ്ധം ചെയ്യാതെ ജയിക്കത്തില്ല. യുദ്ധമുണ്ടോ? ഇറങ്ങിയാൽ ജയിക്കും. സ്തോത്രം. ഈ നമുക്ക് പലപ്പോഴും കഷ്ടം വരാൻ കാര്യം നീതിമാന്മാരായതുകൊണ്ടാണ് പ്രൈസ് കഷ്ടം വരാൻ സാധ്യം. അതിനൊരു പറയുന്നത് നീതിമാൻ്റെ അനർത്ഥങ്ങൾ എണ്ണമില്ലാത്ത പോലെ ഉണ്ട്. പക്ഷേ അടുത്ത വാക്യം പറയുന്നു, എങ്കിലോ അപ്പോൾ എല്ലാറ്റിനും ഒന്നിൽ നിന്ന് കുറച്ചതല്ല, മിക്കവാറും ഇടിക്കുന്നതല്ല. നീതിമാൻ എത്ര അനർത്ഥമുണ്ടോ, 100 ഉണ്ടെങ്കിൽ ആ 100-ൽ നിന്നും അവനെ വിടുവിക്കും എന്ന ഗ്യാരണ്ടിയാണ്. Many are the afflictions of the way of the righteous. നീതിമാനാണോ, വിശ്വാസിയാണോ, ദൈവത്തിനാണോ, ഉറപ്പ് നിനക്ക് കഷ്ടമുണ്ട്. പക്ഷേ ഗ്യാരണ്ടിയാ നിനക്ക് വിടുതലുണ്ട്. മനസ്സിലായോ? തിമോത്തിയോസ് 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, 2 തിമോത്തി 3:12. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. ഇനി ഉപദ്രവം വേണ്ടായോ? പിശാചിൻ്റെ പോരാട്ടം ഇഷ്ടമില്ലയോ? നീ ഉഴപ്പിയായിട്ട് ജീവിച്ചാൽ മതി, അവൻ നിന്നെ തകർത്തോളും. എന്നാൽ ഭക്തിയോടെ ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, നിന്റെ ഡെസ്റ്റിനിയിലേക്ക് പോകുവാൻ ഡിസയർ ഉണ്ടെന്ന വരിയിൽ നിനക്ക് ഉപദ്രവം ഉണ്ടാകും. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, വി ആർ പ്രസ്ഡ്, ഇങ്ങനെ വി ആർ പ്രസ്ഡ്, വി ആർ ട്രബിൾഡ്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. വി ആർ ട്രബിൾഡ് ഓൺ എവറി സൈഡ്, യെറ്റ് ഞങ്ങൾ സകല വിധത്തിലും കഷ്ട സഹിക്കുന്നവരാ, പക്ഷേ ഇടുങ്ങിയിരിക്കുന്നില്ല. എന്നുവെച്ചാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കഷ്ടം ഒത്തിരി ഞങ്ങൾക്കുണ്ട്, ഒത്തിരി എതിര് ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഞങ്ങളെ ഒതുക്കാൻ ആർക്കും പറ്റുകയില്ല. സ്വന്തം പറയാമോ? ഒതുക്കാൻ, ഇല്ലാതെയാക്കുവാൻ ആർക്കും പറ്റുകയില്ല. അടുത്തത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം, പക്ഷേ നിരാശപ്പെട്ടു പോകത്തില്ല. റൈറ്റ് ടൈം അവൻ്റെ കൈ വെളിപ്പെടും. അടുത്തത് ഉപദ്രവമുണ്ട്. മനസ്സിലായോ? ആരെങ്കിലും ചവിട്ടാൻ അനുവദിക്കത്തില്ല. വീഴ്ചയൊക്കെയുണ്ട്, പരാജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഒന്നിലും ഞങ്ങൾ തോറ്റുപോയിട്ടില്ല, ഒന്നിലും പരാജയപ്പെട്ടു പോയിട്ടില്ല. ദൈവമക്കൾ പരാജയപ്പെട്ടു പോകത്തുമില്ല. ഇത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പ്രൈസലോ. അപ്പോസ്തലന്മാർ സുവിശേഷം പറഞ്ഞതുകൊണ്ട് അവരെ ജയിലിലാക്കിയിട്ട് ഞാൻ വായിക്കുന്നത് മോളെ ആക്ട്സ് 5 അപ്പോസ്തലർ 5-ാം അധ്യായം എടുത്ത് വെച്ചാൽ അതിൻ്റെ 40-ലേക്ക് വന്നാട്ടം. ഓക്കെ, ഇപ്പോൾ ഇവിടെ തീർച്ചയായും നിങ്ങളാരും ഞാൻ ഈ വാക്യം മുഴുവൻ തപ്പാൻ പോകരുത്. തപ്പാൻ വേണ്ടി ഞാൻ കൊച്ചിനോട് ആക്കിയിട്ടുണ്ട്. അവിടെ കൈകൊക്കെ ഇച്ചിരി സ്പീഡ് കുറവെന്നുള്ളതിൽ ചിലപ്പോഴൊക്കെ ഓക്കെ ആക്കിക്കോളൂ. കമാൺ. അപ്പോൾ അവരെ കൗൺസിലേക്ക് വിളിച്ചു വരുത്തി എന്തിനാ പ്രസംഗിച്ച് ചോദ്യം ചെയ്തു. അവരെ ശിക്ഷിക്കുവാൻ വിളിച്ചത്. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി ആ കൗൺസിലിനകത്ത് ഒരാളെ എഴുന്നേൽപ്പിച്ചു. ആളുടെ പേരറിയാമോ? ആ കൗൺസിലിനകത്ത് ഇവർക്ക് വേണ്ടി ദൈവം ഒരാളെ എഴുന്നേൽപ്പിച്ചു. ഗമാലിയൽ, നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ്റെ സാറാ, അദ്ദേഹത്തിൻ്റെ മാസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇവരെ മുട്ടണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നാണെന്ന് വരികിൽ ഇത് തടയപ്പെടാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് സംഭവിച്ചു. എന്നാൽ മാനുഷികമാണെന്ന് വരികിൽ ഇതങ്ങ് നടന്നു പൊക്കോളും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇത്രയും കേട്ടല്ലോ.
ഇനി വായിച്ചാട് 5:40 വായിച്ചു. അല്ലല്ലല്ല, അവർ അവനെ അനുസരിച്ചു. ശ്രദ്ധിക്കണം, ആരെ അനുസരിച്ചു? കൗൺസിൽ മഹാപുരോഹിതൻ അധ്യക്ഷനായിരിക്കുന്ന ആ കൗൺസിൽ ഗമാലിയേലിനെ അനുസരിച്ചു. എന്നാൽ അവരെ വിട്ടാൽ പോരായിരുന്നു. അവനെ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ച്. ഹലോ, നല്ലവനായ മനുഷ്യൻ പറഞ്ഞ് നിങ്ങൾ തൊട്ട് ഉപദ്രവിക്കരുതവരെ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും എന്ത് ചെയ്തു? അവരെ വിളിച്ച് വരുത്തി അടിപ്പിച്ചു, അടി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു താക്കീതും കൊടുത്തു. ഇനിമേൽ യേശു നാമത്തിൽ സംസാരിക്കരുത് എന്ന് തിട്ടൂരം കൊടുത്ത് അവരെ വിട്ടയച്ചു. 40 ഉണ്ടല്ലോ. ഇനിയും കർത്താവ് പറഞ്ഞത് അടകത്തിന് ഉള്ളതുകൊണ്ട് അടുത്ത വാക്യം വായിച്ചു നോക്കേട്ടാ. തിരുനാമത്തിന് വേണ്ടി അതാണ് ബി ഓഫ് ചീർ. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലോ? അടി കൊണ്ടപ്പോഴും ഇനി പ്രസംഗിക്കരുത് പറഞ്ഞപ്പോഴും ബി ഓഫ് ചീർ. തിരുനാമ നിമിത്തം അവൻ മോട്ടിച്ചുകൊണ്ടല്ല, പ്രൈസലോ, തിരുനാമ നിമിത്തം അപമാനം സഹിപ്പാൻ യോഗ്യരായി അവരെ എണ്ണിയത് കൊണ്ട്. അതോ they were not qualified, they were counted to be qualified. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ പോയി കഥ കടച്ച് ഇരുന്നു. ഇനി സുവിശേഷം പ്രസംഗിക്കേണ്ട എന്ന് തീരുമാനിച്ചു. നോ തീരുമാനിച്ചില്ല. ബി ഓഫ് ചീർ, ധൈര്യപ്പെട്ടു. പ്രൈസലോ. ആരെന്തു പറഞ്ഞാലും കാര്യം എന്താ? അവർക്കറിയാം സുവിശേഷം പറയാൻ പറഞ്ഞത് ലോകത്തെ ജയിച്ചവനാ, മരണത്തെ ജയിച്ചവനാ. തമ്പുരാനാ പറഞ്ഞത്. ആര് നോ എന്ന് പറഞ്ഞാലും അടുത്ത പറയുന്നു പിന്നെ അവർ എല്ലാ ദിവസവും ആക്കി പരിപാടി. ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും ഉപദേശിക്കുകയും സുവിശേഷിക്കുകയും ചെയ്തു എന്നല്ല, ചെയ്തു ഓൺഗോയിങ് പ്രോസസ്സാ. അതായത് നിങ്ങൾക്ക് ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അടി കൊണ്ടോ ഇടി കൊണ്ടോ നിയമം കൊണ്ടോ ഞങ്ങളെ ഒതുക്കാൻ പറ്റില്ല. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴും തുടരും. പൂങ്കുളത്തും തുടരും, ട്രിവാൻഡ്രം തുടരും, ഇവിടെ കുടുംബങ്ങളിലും തുടരും. എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു ശക്തിക്കും ഞങ്ങളെ ഒതുക്കുവാൻ നിർത്തുവാൻ കഴിയത്തില്ല. അടിച്ചേക്കാം. കാര്യം നമ്മൾ കൃപയ്ക്കത്രേ അധീനര്. സ്വത്രം. നമ്മൾ കർത്താവ് പാപത്തെ ജയിച്ചവനാ, അല്ലേ? മരണത്തെ ജയിച്ചവനാ. ഈ പാപം ലോകത്തിലുണ്ടോ? ഈ പാപം ലോകത്തിലുണ്ട്. ഈ പാപം നമ്മളിലുണ്ടോ? നമ്മുടെ അടുത്ത് പാപം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? വിചാരവും മോഷണവും കൊലപാതകവും ഒന്നും ആരും ചെയ്തതിൽ വരികയും പാപങ്ങളൊക്കെ നമുക്കൊക്കെ സംഭവിച്ച് പോയിട്ടുണ്ട്, അല്ലേ? പക്ഷേ നമ്മുടെ കർത്താവ് പാപത്തെ ജയിച്ചതുകൊണ്ട് ആ ഒരു പാപം നമ്മെ അടിമയാക്കിയിട്ടില്ല. റോമാലേഖനത്തിൽ പറയുന്നു, റോമാലേഖനം 6:14 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല. ഒരു വിശ്വാസി അബദ്ധവശാൽ എവിടെയെങ്കിലും തെറ്റിപ്പോയേക്കാം. തെറ്റിപ്പോയാലും അടുത്ത പ്രസംഗത്തിൽ അവൻ ശരിപ്പെടും. പ്രൈസലോ. അല്ല അടുത്ത ഉപവാസപ്രാർത്ഥന ശരിപ്പെടും. അല്ല കർത്താവിന്റെ കൈ വീഴുമ്പോൾ ശരിപ്പെടും. കാര്യം എന്താ? അവൻ ന്യായപ്രമാണത്തിനല്ല, അവൻ കൃപയ്ക്കത്രേ അധീനൻ. പ്രൈസലോ. കൃപയ്ക്കാണോ അധീനർ? കരബുക്ക് ജയഘോഷം കൊടുത്താട്ട്. പ്രൈസലോ. എന്നാ കാന്തരിയമോ? നമ്മുടെ കർത്താവ് ജയിച്ചാളാ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പ്രൈസലോ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈന്യം പരാജയപ്പെടുമ്പോൾ നിങ്ങൾക്ക് കണ്ടെന്നറിയത്തില്ല. പണ്ട് പാക് സൈന്യം ബംഗ്ലാദേശുമായിട്ടുള്ള കാര്യത്തിനകത്ത് പണ്ട് പാക് സൈന്യം നിരാകുന്ന കാലത്ത്
ഇന്ത്യൻ സൈന്യം മുമ്പാകെ ആയുധം വെച്ച് കീഴടങ്ങുന്ന കാഴ്ച കണ്ട കാഴ്ചയാ. ആയുധം വെച്ച് ആയുധവർഗം വെപ്പിച്ചു. ദൈവമക്കളെ, പിശാച് കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിൽ ആയുധം വെച്ചു എന്ന് വരികിൽ ആ ആയുധം നമുക്കെതിരെ ഫലിക്കത്തില്ല, ഗ്യാരണ്ടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആയുധവർഗം വെപ്പിച്ച് അവൻ നമ്മളുടെ ബന്ധത്തിൽ, യേശുവിനുള്ള ബന്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് വരികിൽ നമുക്കെതിരെ അത് പൊക്കത്തില്ല. നമ്മുടെ കർത്താവിനെ ക്രൂശിൽ തറച്ച് കൊന്നോടുകൂടി അങ്ങ് തീർത്ത് കളഞ്ഞു എന്നാ അവൻ വിചാരിച്ചത്. പക്ഷേ വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ രാജ്യം നിന്ന കർത്താവ് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രൈസലോ കുറെ പുളിച്ച വീഞ്ഞ് അവന് കൊടുത്തു. വായിക്കുന്നുണ്ടോ? പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം അവന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെട്ടു. യു നോ വാട്ട് ഈസ് ദാറ്റ്? സകലവും നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് അവൻ പ്രാണനെ വിട്ടു. അതിൻ്റെ അർത്ഥം നമുക്ക് വേണ്ടി ചെയ്യേണ്ട സകല കാര്യങ്ങളും, പിശാചിനെ പരാജയപ്പെടുത്തേണ്ട സകല മേഖലയും അവനെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഒന്നും ബാക്കിയില്ല. സന്തോഷം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു മേഖലയുമില്ല, സകല മേഖലയെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ടാ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ 15 അധ്യായത്തിൽ 57 വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകാൻ സാധ്യതയുള്ള എന്നല്ല, ജയം നൽകിയിരിക്കുന്ന. ഒരു വാറുണ്ടോ? ഒരു ഫൈറ്റ് ഉണ്ടോ? നീ യേശുവിലാണോ, വിശ്വാസിയാണോ, ജയം ഉറപ്പ. ഒന്ന് പറയാം, വാദമൊന്ന് പറയാം. സന്തോഷമുണ്ടോ? എവിടെയൊക്കെ മോഹൻണ്ട് വല്ലാതിരിക്കുന്നുണ്ട്. നീ വിശ്വാസിയാണോ, യേശുവിലാണോ, ജയം ഉറപ്പെന്ന് പറയാൻ തന്നോട് കൈപൊക്കി പറഞ്ഞാൽ ഉറപ്പെന്ന്. പ്രൈസ് ലോർഡ്. ഇതാ വിക്ടറി എന്ന് പറയുന്നത്. സ്തോത്രം. യേശു മരിച്ചു, അടക്കി. സഹോദരിമാർ കാണാൻ വേണ്ടി അവിടെ ചെന്നു. സ്വർഗം ഇറങ്ങി വന്നു. അവിടെ പറഞ്ഞത് ആരെ അന്വേഷിക്കുന്നേ? യേശുവിനെയാണോ? നേരത്തെ പറഞ്ഞില്ലേ ഇവർക്കൊന്ന് പോയി തോപ്പിക്കാൻ പറ്റിയില്ല, അവനിവിടെ ഇല്ല. ഹാജി ബ്രദറെ കണ്ടോ കല്ലറ? കർത്താവിൻ്റെ കല്ലറ കാണാൻ പോലും കണ്ടില്ലേ? കർത്താവിൻ്റെ കല്ലറ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഹീ ഈസ് നോട്ട് ഹിയർ എന്ന്. അത് കണ്ടില്ലയോ? അകത്ത് നോക്കില്ലായിരുന്നോ? അങ്ങനെ ഞാൻ കേട്ടത്. ഞാൻ പോകാൻ പോകുന്നേ ഉള്ളൂ. അവനിവിടെ ഇല്ല. അവൻ പോകാനിടത്ത് എത്തിക്കഴിഞ്ഞു. ഒരു പിശാചിനും അവന് സ്റ്റോപ്പ് ചെയ്യുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഷെയർ ചെയ്യണം ഈ ജയം. ഇത് ചെയ്യണം. കർത്താവിൻ്റെ ജയമാണ്, അത് നമ്മുടെ ജയമാണ്. വി ഹാവ് ടു റിസീവ് ഇറ്റ്, വി ഹാവ് ടു ഷെയർ ഇറ്റ്. അതുകൊണ്ടാണ് റോമാലേഖനം 8 അധ്യായത്തിൽ 37 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇച്ചിരി ബെറ്റർ. മോർ ദാൻ കോങ്കറർ. താങ്ക് യു മോനെ. അതിൻ്റെ അർത്ഥം എന്തുവാ? പൂർണ്ണ ജയം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങ് ഒഴുക്കി പറയാം. പക്ഷേ എങ്ങനെയല്ല, ജയിച്ച ഒരാളിനെ കാട്ടിലും ജയം. ഹലോ, മറ്റുള്ളവരെ പരാജയപ്പെടുത്തി ജയിച്ച ജയമില്ലേ, അതിനെക്കാട്ടിലും ജയം. ഈശ്വരോ, അതിന് വിശ്വാസം വേണം. എന്ത് വേണം? യോഹന്നാൻ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ജനിച്ചത് ഒക്കെയും ലോകത്തെ ജയിക്കുന്നു. യോഹന്നാൻ 5:4 1 യോഹന്നാൻ 5:4 ജയിക്കുന്നു. പിന്നെ പറഞ്ഞറിയാമോ? ലോകത്തെ ജയിച്ച ജയമോ. നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം എന്താ വിശ്വസിക്കുന്നത്? യേശു മരിച്ചു, മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽ കീഴാക്കി അവിടെ വാഴുന്നു. ഇതാ എൻ്റെ വിശ്വാസം. തീർന്നില്ല. അവിടെ ഇരുന്നു കൊണ്ട് ആ ജയിച്ചവന്റെ ആത്മാവിനെ നമ്മുടെ അകത്തേക്ക് തന്നു. കഴിച്ചല്ലോ. അതാ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ച ജയമാ.
അത് വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നത് സ്നാനപ്പെടാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്ന് പറഞ്ഞേ. വിശ്വാസം എന്ന് പറയുന്നത് സഭായോഗത്തിന് വരാൻ വേണ്ടി മാത്രമുള്ളതല്ല. വിശ്വാസം എന്ന് പറയുന്നത് നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ പ്രൈസലോ വിശ്വാസം അപ്ലൈ ചെയ്യണം. വിശ്വാസം അപ്ലൈ ചെയ്യണം. ചെയ്യാൻ പറ്റുന്നുണ്ടോ? പലരുടെയും പ്രശ്നം വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ വിശ്വാസം അപ്ലൈ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് പല പ്രിയപ്പെട്ടവരും പരാജയപ്പെട്ടു പോകുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തരാം. വചനം അറിയാവുന്ന ദൈവമക്കളെ ഓതി മഹത്വം. എനിക്ക് എൻ്റെ സന്തോഷബോധ. എൻ്റെ മുമ്പിൽ 3-4 വചനം അറിയാവുന്നവരിൽ ഞാൻ തെറ്റിച്ച് പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല. പ്രൈസലോ, അതായത് ടൈറ്റ് വെക്കാൻ പറ്റത്തില്ലയോ? എന്തിനാണ് എപ്പോഴും കൊണ്ടാക്കുന്നത്? ടൈറ്റ് വെക്കുന്നത്. കമോൺ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാൻ അധികാരം തരുന്നു. അതുണ്ടോ? ഉണ്ടോ? തന്നോ? വാങ്ങിച്ചോ? കയ്യിലുണ്ടോ? ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും കമോൺ ഒരു ദോഷവും, ഇത് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? ഒന്നും ഒരിക്കലും ദൈവമക്കൾക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലാണെന്ന് വരികിൽ, വിശ്വാസിയാണെന്ന് വരികിൽ, വിശ്വാസത്തെ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് വരികിൽ, പ്രൈസലോ, ഒരു ദോഷവും ഒരിക്കലും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞ പദമുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം സകലത്തിലും മതിയാകുന്നു. രാവിലെ പഠിച്ചു, ശക്തനാകുന്നത് പുറത്തു നിന്നല്ല. നമ്മളെ ശക്തനാകുന്ന പുറത്തു നിന്നല്ല, നോട്ട് ബൈ ലോട്ട്, പിന്നെ ഇൻ യു ആർ സ്ട്രെങ്തൻഡ് ഇൻ ക്രൈസ്റ്റ്. എൻ്റെ കർത്താവ് എൻ്റെ അകത്തുള്ളിടത്തോളം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആർക്കും പറയുന്നത് മനസ്സിലാവുന്നില്ലയോ? ചിലരുടെ മുഖത്ത് നോക്കിയിട്ട് ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്ന ചിന്തയാണെന്ന് തോന്നുന്നുണ്ട്. വിഷമിക്കണ്ട, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. സാധാരണ കഞ്ഞിയാണെന്ന് വരികിലും ഇന്ന് ജെയിംസ് ഉള്ളത് കൊണ്ട് ജെയിംസ് കഞ്ഞി കുടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചോറ് തന്നെ വെച്ചിട്ടുണ്ട്. ആരും വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കണേ നിങ്ങളെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടിരിക്കുക. സ്വതന്ത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം സകലത്തിലും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒന്നുണ്ടോ? അനുഭവം ഉണ്ടോ? ഈ നമ്മൾ ജയിച്ച ശേഷമല്ല ജയം പ്രഖ്യാപിക്കുന്നത്. പിന്നെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോഴേ ജയം പ്രഖ്യാപിച്ചോണം. പ്രാർത്ഥിച്ച് കുറെ കരഞ്ഞ് നിലവിളിച്ച് കർത്താവിന് കരുണ തോന്നി ജയിച്ചു തോറ്റത് അങ്ങനൊന്നും അല്ല. പ്രാർത്ഥിക്കാൻ നീ യുദ്ധം ഇറങ്ങിയാൽ, വചനപ്രകാരം ഇറങ്ങിയാൽ, മുട്ടുമടക്കിയാൽ ജയം ഉറപ്പ്. ജയിച്ചേ പോകാവൂ. നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ ഈ പുതിയ നിയമത്തിൽ പറയുമ്പോൾ എനിക്ക് ഈ ദാവീദിനോട് സ്നേഹം അതുകൊണ്ടാണ്. ദാവീദിനെ പറ്റി ഇങ്ങനെ ഒത്തിരി പറയുന്നത് ഇഷ്ടമുള്ളതെങ്കിലും പറയുന്ന കാര്യം ഇതാ. അന്നത്തെ കാലത്ത് അദ്ദേഹം ഗോലിയാത്തിനെ തോൽപ്പിച്ചുകൊണ്ടല്ല ജയം ഉണ്ടായത്. ആണോ? 5 കല്ലും എടുത്ത് വെച്ചുകൊണ്ട് ഒരു കവണയും കറക്കിക്കൊണ്ട് ഞാൻ ഇതിനെ അങ്ങനെ അല്ല ജയം ഉണ്ടായത്. മനസ്സിലായേ? അവനെ എതിരിടുന്നതിന് മുമ്പ് തന്നെ ജയം അവകാശമാക്കി. ഇവിടെ വായിച്ചിട്ടുണ്ടത്. പ്രൈസോ. അവനെ എതിരിടുന്നതിന് മുമ്പ് തന്നെ ജയം എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു ജയം. അതാണ് ദാവീദ് അഭിഷിക്തൻ പറയാൻ കാര്യം. അഭിഷിക്തന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശൗലിന് പറ്റത്തില്ല, അഭിഷേകം പോയതാ. ദാവീദിന്റെ സഹോദരന്മാർക്ക് പറ്റില്ല, അവർക്ക് അഭിഷേകം ഇല്ല, അവർക്ക് പറ്റില്ല. അഭിഷിക്തനാണോ? പ്രശ്നം. യുദ്ധമുണ്ടോ? യുദ്ധത്തിന് വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴേ പറയും, നിന്നെ ഇന്ന് ഞാൻ തകർത്തിരിക്കും. കാര്യം നിന്റെ ജയം ഞാൻ ഒരു ജയം പ്രാപിച്ചവനാ. അല്ലേ? സോദരം. ദാവീദിന്റെ പദങ്ങൾ നിങ്ങൾക്ക് വായി ആഗ്രഹമുണ്ടോ? സമയത്തെ പരി ആഗ്രഹമുണ്ടോ? ഒന്ന് വായിച്ചേൽപ്പിക്കാം. ഏത് പുസ്തകം മോളെ? 1 ശമൂവേൽ. ഏത് അദ്ദേഹത്തിലാ? താങ്ക് യു മോളെ. മിടിക്ക് ഒരു മുട്ടായി വാങ്ങിച്ചിരും കേട്ടോ. 17 വായിച്ചാട്ടോ. 45 വായിക്കോളെ. യെസ്. അതാ വിശ്വാസം കാണുന്നത്.
ഇത്രയും കാര്യങ്ങൾ വിശ്വാസത്തെ കണ്ടുകൊണ്ടാണ് കയറി ചേരുന്നത്. ജയം കണ്ടുകൊണ്ട്. വാദമെന്ന് പറഞ്ഞ് ജയം പരാജയം മണത്തുകൊണ്ടല്ല, പരാജയം സ്മെല്ല് ചെയ്തുകൊണ്ടല്ല, ജയം കണ്ടുകൊണ്ട്. എന്തൊക്കെ സംഭവിക്കും ഇവിടെ? ദൈവത്തിൻ്റെ പൈതൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി കഴിഞ്ഞാൽ അവൻ ജയം കണ്ടോണം. വൺ ബൈ വൺ ആയിട്ട് കാണണം. കണ്ടത് വിളിച്ചു പറയണം. അത് വിളിച്ചു പറയുമ്പോൾ ഓരോ മേഖലയിലും നിന്നെ പരാജയപ്പെടുത്തുന്ന സാത്താന്റെ സാന്നിധ്യം മാറിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ജയം അല്ലേ? നമ്മൾ ഈ ജയം ഡിക്ലെയർ ചെയ്യുമ്പോൾ യു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദേർ? ദ ഹെവൻ വിൽ കം ഡൗൺ ദേർ. പ്രൈസ് ദി ലോർഡ്. ജയത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ, ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്വർഗീയ സൈന്യം അവിടേക്ക് ഇറങ്ങി വന്ന് അവിടെ പണി ചെയ്തേ പറ്റും. അവരെ കൊണ്ട് അവരുടെ പണി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ജോലി. അതിനാണ് വിശ്വാസം വേണ്ടത്. ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അത് അതാ വന്നത്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ഇംഗ്ലീഷ് പറ, ബി ഓഫ് ചീർ. കാരണം ഞാൻ ലോകത്തെ, കർത്താവ് ലോകത്തെ പറഞ്ഞപ്പോൾ ജയിച്ചിട്ടുണ്ടോ? ജയിച്ചിരിക്കുന്നു. ജയിക്കാനാണ് കർത്താവ് വന്നത്. ജയിച്ച കർത്താവിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? തോറ്റ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുന്നത്? വൈശ്വരോ ശ്രദ്ധിക്കുക. ജയമുള്ള കർത്താവിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ഒക്കെ ആ ജയം ഘോഷിക്കണം. യാക്കോബ് പറയുന്നുണ്ട്, എൻ്റെ സഹോദരന്മാരെ, യാക്കോബ് 1:2, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. അപ്പോൾ അതിനർത്ഥം എന്തുവാ? ദൈവമക്കൾ, സഹോദരന്മാർ പരീക്ഷകളൊക്കെ അതിനകത്ത് അയ്യോ എൻ്റെ പുറത്ത് പാസ് എന്നും എനിക്ക് പരീക്ഷ വന്നു, മിനിസ്റ്ററെ ചോദിക്കരുത്. അകപ്പെടും. ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞതാ. അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് സന്തോഷമെന്നെണ്ണിക്കണം. അതാണ് ബി ഓഫ് ചീർ. ബി ഓഫ് ചീർ മനസ്സിലായോ? നിങ്ങൾക്ക് ബി ഓഫ് ചീർ പറയാനാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ ഇഷ്ടം. ഇംഗ്ലീഷ് വായിച്ച് പഠിച്ചോണം. ബി ഓഫ് ചീർ. പൈസലോ കരുതാ. വിശ്വാസമുണ്ടോ? പരിശോധനയുണ്ട്. പരിശോധനയുണ്ടോ? നീ ജയിക്കും. ഗ്യാരണ്ടിയാ, ജയിച്ചിരിക്കും. അതുകൊണ്ട് നീ എപ്പോഴും ചെയ്യണം? സന്തോഷിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? സന്തോഷിക്കണം. പ്രൈസലോ. പഴയ കാലത്ത് ഏറ്റവും അധികം പ്രതിസന്ധികൾ കൂടി കർത്താവിനെ ശുശ്രൂഷിച്ച ഒരു ഭക്തനാണ് യെശയ്യാവ്. വലിയ പ്രവാചകൻ, നമുക്കൊരു വലിയ പ്രവാചകനാണ്. അന്നത്തെ കാലത്ത് അവിടുത്തെ ഗവൺമെൻറ്റോ ജനമോ പുരോഹിതന്മാരോ ആരും തനിക്ക് അനുകൂലമായിരുന്നില്ല കേട്ടോ. ആ ഘട്ടത്തിൽ കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്. 41 അധ്യായമോളെ 10 വാക്യം. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹലോ, ഭ്രമിച്ച് നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ ആര് താങ്ങിയില്ലെങ്കിലും, ഹലോ നിന്നെ ആര് താങ്ങിയില്ലെങ്കിലും പറയുന്നു, ഐ ആം വിത്ത് യു. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഉറപ്പുണ്ടോ? നമുക്ക് ഉറപ്പുണ്ടോ? കർത്താവ് കൂടെയുണ്ടോ? ഹി ഈസ് വിത്ത് us. ശക്തീകരിക്കും. ആരും സഹായിക്കുന്നില്ലയോ? അവൻ സഹായിക്കും. അനീതി കണ്ടോ? ഡോണ്ട് വറി. അവൻ്റെ നീതിയുള്ള കയ്യാ. നീതിയുള്ള കൈ കൊണ്ട് അവൻ നമ്മളെ താങ്ങി അടുക്കും. ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ട കാര്യം ഈ പ്രത്യാശയാണ്. ഈ പ്രത്യാശ വിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങൾ വരുമ്പോൾ മുഖം വിളറിപ്പോകുന്നത്, കരഞ്ഞു പോകുന്നത്. അതുകൊണ്ട് റോമർക്ക് എഴുതിയപ്പോൾ പൗലൂസ് ഇങ്ങനെ എഴുതിയത് 15:13, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. ശ്രദ്ധിക്കുക, പ്രത്യാശ നൽകുന്ന ദൈവം. റോമർ 15:13. ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. ഹലോ പ്രത്യാശ നൽകുന്ന ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. പ്രത്യാശ ഉള്ളവർ കൈപൊക്കിയാട്ട്
ആ, പ്രത്യാശയിൽ സമൃദ്ധിയുള്ള കൈവക്കിയായിട്ട് ഇപ്പൊ കൈവക്കി ആകെ നോക്കിക്കണം. ആരൊക്കെ നോക്കണം? അവരെ ആശ്രയിച്ച് വേണം. കാര്യം എന്താ? ദേ ഹാവ് ഷീജ കൈവക്കില്ലല്ലോ. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവർ. കാര്യം എന്താ? നിങ്ങൾക്ക് പ്രത്യാശ എപ്പോൾ കുറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാൽ മതി. കാര്യം എന്താ? ദേ ഹാവ് ഇനഫ്. അവർക്ക് ഒത്തിരി ഉണ്ട് പ്രത്യാശ. അങ്ങനെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും. അപ്പോൾ പ്രത്യാശയിൽ സമൃദ്ധി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? സന്തോഷമല്ല, സകല സന്തോഷം. ഇന്ന് സകല സന്തോഷം എന്തുവാ? സകല പ്രശ്നമുണ്ടെങ്കിൽ സകല സന്തോഷമുണ്ട്. ഏതെല്ലാം പ്രശ്നമുണ്ടോ? സാമ്പത്തികം, അവിടെ സന്തോഷം. ബുദ്ധിമുട്ട്, അവിടെ സന്തോഷം. അങ്ങനെ നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ദൈവമക്കൾ നിറഞ്ഞിരിക്കണം. എങ്ങനെ ഇരിക്കണം? പൗലോസും ശീലാസും ദൈവത്തിൻ്റെ നിയോഗപ്രകാരമാണ് ഫിലിപ്പിയിലേക്ക് പോയത്. അറിയാമല്ലോ. എങ്ങനെ പോയതാ? ഫിലിപ്പിയിലോട്ട് ചുമ്മാ പോയതാണോ? നമുക്ക് അവിടെ നമ്മൾ പോയതാ? അല്ലല്ല. ഞങ്ങളെ വന്ന് സഹായിപ്പീന്ന് പറഞ്ഞ് ദർശനം കണ്ട് അവിടെ പോയതാ. അല്ലേ? ആണോ? പോയതാ. പോയിട്ട് ആദ്യം ആരെയും കണ്ടവർ? ഞങ്ങളെ സഹായിപ്പീൻ എന്ന് പറഞ്ഞ കക്ഷിയെ കണ്ടില്ല. ആദ്യം കണ്ടത് ആരെയാ? ലുദിയായെ കണ്ടു. താങ്ക് യു മോളെ. ലുദിയായെ കണ്ടു. അവിടെ വിട്ട് സഭായം ആരംഭിച്ചു. റൈറ്റ്. പിന്നെ കണ്ടത് ആരെയാ? വെളിച്ചപ്പാടത്തെ ഭൂതം വെച്ച് പിന്നെ കണ്ടു. അപ്പോൾ ആരെ കണ്ടില്ല? വന്ന് ഞങ്ങളെ സഹായിപ്പീന്ന് പറഞ്ഞ ആളെ കണ്ടില്ല. അവളെ ശുശ്രൂഷിച്ചു, അവളെ സൗഖ്യമാക്കി. എന്ത് സംഭവിച്ചു? അപ്പോഴത്തേക്ക് പിടി വീണു. എവിടെ പോകേണ്ടി വന്നു? കാരാഗൃഹത്തിൽ പോകേണ്ടി വന്നു. അവർക്ക് വന്നിട്ടാ നമുക്കെന്ത് പറ്റിയത്? നമുക്കെന്ത് പറ്റി? നമുക്ക് അബദ്ധം പറ്റിയോ എന്ന് ചോദിച്ചത് കരഞ്ഞില്ല. കരഞ്ഞോ? വായിച്ചു നോക്കിയായിട്ട് ഏത് ബുക്കിലാണ് നമ്മളെ സംഭവം ഉള്ളത്? അപ്പോസ്തലപ്രവൃത്തി ഏത് അധ്യായത്തിനാണ് നമ്മളെ ഉള്ളത്? 16. താങ്ക് യു സിസ്റ്റർ. ഏത് വാക്യമാ? 25. ബാക്കി ഞാൻ പറയാം. അധ്യായം നിങ്ങൾ പറയുന്നത് സഹായിച്ചാൽ മതി. 25. മോളെ 25 വായിക്കുക. അർദ്ധരാത്രിക്ക് മതി. ബാക്കി നമുക്കറിയാമല്ലോ. നമ്മൾ പോകണ്ട. എവിടെ പ്രസിദ്ധിയായിട്ട്? സുവിശേഷ നിമിത്തം നിനക്കൊരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ അർത്ഥം നിന്നോടുള്ള പ്രോമിസ് നിവർത്തിക്കുവാൻ സമയമായെന്ന. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കൈകൊട്ടാൻ പറ്റിയോ? കൈകൊട്ടി കാണത്തില്ലേ? കൈ ആമത്തിട്ടേക്കല്ലേ? കൈകൊട്ടി കാണത്തില്ല. പ്രൈസലോ. അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പാടി ദൈവത്തെ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കൈ ആമത്തിലിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇവിടെ ചില വിശ്വാസ കൈ ആമത്തിലിട്ടിരിക്കുക. കൈ കൊട്ടത്തില്ല ചിലർ. കൈ കൊട്ടാതെ ഇങ്ങനെ പാടിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. കൈ കൊണ്ടേ കുട്ടി ആരാധിച്ചു വേണം. ആമതിലിട്ടാൽ പിന്നെ പാടി ആരാധിച്ചാൽ മതി. അവർ പാടി ആരാധിച്ചു. എന്ത് സംഭവിച്ചു? കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. ഒരു ആരാധന കൊണ്ടാ, വിശ്വാസമുള്ളതുകൊണ്ടാ, പ്രത്യാശയുള്ളതുകൊണ്ടാ. പ്രൈസല്ലോ. പിന്നെ വാതിലൊക്കെ തുറന്നു. എല്ലാവരുടെയും ചങ്ങല പൊട്ടി താഴെ വീണു. സകലമാന ദൈവങ്ങളെ നീ ഒന്ന് ആരാധിച്ചാൽ, നീ ഒന്ന് ജീവിച്ചാൽ, നീ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ മാത്രമല്ല സകലമാന പേരുടെ ചങ്ങല അഴിഞ്ഞ് താഴെ വീഴും. വരും ദിവസങ്ങളിൽ അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? നീ ഒന്ന് ആരാധിച്ചാൽ, ഒന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ ചങ്ങല അഴിഞ്ഞു വീഴും. പ്രൈസിലോ. ഇത്ര കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്ന ഒരുത്തൻ ചാടി വന്നേക്കുന്നു ഇങ്ങോട്ട്. ആരാ? കരാഗ്രഹമാണ്. എന്തോ പറയുന്നതുവാ? സഹോദരന്മാരെ, രക്ഷപ്പെടുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ബാക്കി എൻ്റെ ഇമാജിനേഷനാ. പൗലോസും ശീലാസും ഈ പുള്ളി സൂക്ഷിച്ച് നോക്കി. ഈ പുള്ളി ഒന്ന് സൂക്ഷിച്ച് നോക്കി. അപ്പോഴാണ് കണ്ടത്, പണ്ട് കണ്ട ദർശനത്തിൽ കണ്ട അതേ പുള്ളിയാ. ഏത് പുള്ളിയാ? വന്ന് ഞങ്ങളെ സഹായിപ്പിക്കുന്ന പുള്ളിയാ. ഈ ദർശനത്തിന് പൂർത്തീകരണം വരണോ? പ്രൈസലോ. നീ ഭയപ്പെടരുത്. ബി ഓഫ് ചീർ. ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു വൈഷമ്യം വരുമ്പോൾ നീ വിഷമിച്ചു പോകരുതോ. നീ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിന്റെ പണി നീ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്.
ഞാൻ ലോകത്തെ അതുകൊണ്ട് ധൈര്യപ്പെടുവീൻ. ഇംഗ്ലീഷിൽ പറ, ബി ഓഫ് ചീർ. ദൈവമക്കൾക്ക് നല്ല കോൺഫിഡൻസ് വേണം. ദാവീദിന് ഉണ്ടായിരുന്നു, പൗലോസിന് ഉണ്ടായിരുന്നു കോൺഫിഡൻസ്. പ്രൈസലോ. സമാധാനം വേണം ദൈവമക്കൾക്ക്, സന്തോഷം വേണം ദൈവമക്കൾക്ക്. പ്രൈസലോ. അവർക്കറിയാം അവർ ജയിക്കാൻ പോകുന്നവൻ്റെ സൈഡിലല്ല, താങ്ക് യു മോളെ, ജയിച്ചവൻ്റെ കൂടെ നിൽക്കുന്നവർ. പ്രൈസലോ. നമ്മളെ കണ്ട ജയിക്കാൻ പോകുന്നവൻ്റെ കൂടെ നിൽക്കുകയല്ല, പിന്നെയോ ഓൾറെഡി ജയിച്ചു. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം, ആരാധിച്ചോണം, മുമ്പോട്ട് പൊക്കോണം കേട്ടോ. നീ ജയം കൊണ്ട് പോകത്തുള്ളൂ. കാര്യം എന്താ? കർത്താവ് ജയിച്ചവനാ. പ്രൈസലോ. അതുകൊണ്ട് നീ അനുഭവിക്കുന്ന ചില ചലഞ്ചുകളൊക്കെ വളരെ ചെറുതാണ് കേട്ടോ. പതറി അവിടെ നിന്നേക്കരുത്. ഇത് വേണം, ജയിക്കാനായിട്ട് മുമ്പോട്ട് ഓടിക്കോണം. നീ ജയിക്കും, നീ തോക്കത്തില്ല, തോറ്റ ചരിത്രമല്ല. ഒരു വിശ്വാസിയും വിശ്വാസത്തിൻ്റെ കൂടെ പറഞ്ഞ വാക്കുകൾ വീട്രോ ചെയ്ത ഒരു ചരിത്രം ലോകത്തിലില്ല. ഉണ്ട് വിശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രൈസലോ ധൈര്യത്തോടെ ഈ ലോക ജീവിതയാത്ര മുമ്പോട്ട് നടക്കുവാൻ നമുക്ക് ഇടയാകുമാറാകട്ടെ. പ്രൂവ് ചെയ്യണം വിശ്വാസിയാണെന്ന്. നമ്മുടെ കർത്താവാരാ? ജയം തരുന്നവൻ. ഒന്ന് പറഞ്ഞാട്ട് നമ്മുടെ കർത്താവ് ജയിച്ചവൻ. നമുക്കൊരു പാട്ട് പാടി ധാരാ ചെറുമോനെ. കം പ്രൈസ് ഗോ, കം ഓൺ.